റഷ്യയുമായി സമാധാന ചർച്ചകൾ തുടരാമെന്ന് യുക്രൈൻ. ചർച്ചകൾ അടുത്തയാഴ്ച ആരംഭിക്കാമെന്നും യുക്രൈൻ. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ റസ്റ്റൻ യുമറോവ് റഷ്യൻ സൈനിക പ്രതിനിധികളുമായി ചർച്ച നടത്താം എന്നറിയിച്ചു. വെടിനിർത്തൽ സാധ്യമാക്കാൻ എല്ലാ വഴികളിലൂടെയുമുള്ള ചർച്ചകൾക്കും സന്നദ്ധമെന്ന് വ്ളോഡിമിർ സെലൻസ്കിയും അറിയിച്ചിരുന്നു. Зараз команда працює ще над одним обміном. Також секретар РНБО Умєров доповів, що запропонував російській стороні наступну зустріч на наступному тижні. Переговорну динаміку треба збільшувати. Треба робити все, щоб досягти припинення вогню. І російській стороні треба перестати ховатись від рішень. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, റഷ്യയുമായി സമാധാന ചർച്ചകൾ തുടരാം എന്ന് യുക്രൈൻ വ്യക്തമാക്കുമ്പോൾ റഷ്യ യുക്രൈൻ സംഘർഷം മയപ്പെടുന്നു. ഒരുപക്ഷെ അത് അവസാനിക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് കൂടി നീങ്ങുന്നു എന്ന് തന്നെയല്ലേ അറിയേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് പ്രാഥമികമായി കണക്കാക്കേണ്ടത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് 50 ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നൊരു നിർദ്ദേശം ദിവസങ്ങൾക്ക് മുമ്പാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. എന്നാൽ ഇത് പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം ഇന്നലെ ഉൾപ്പെടെ ആക്രമണം റഷ്യ യുക്രൈനിലെ പല ഇടങ്ങളിലും നടത്തി, ഒഡേസ തീരത്തും തുറമുഖത്തുമെല്ലാം നടത്തിയെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ 3 പേർ മരിക്കുകയും ചെയ്തു എന്നാണ് അറിയാനും സാധിക്കുന്നത്. ഇന്നലെ പുലർച്ചെയോടെയൊക്കെ നടന്ന ആക്രമണത്തിൽ അത്തരത്തിൽ ഒരു സംഘർഷം വീണ്ടും തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ നേരത്തെ കേട്ടതുപോലെ വ്ളോഡിമിർ സെലൻസ്കിയുടെ ഭാഗത്ത് നിന്ന് സമാധാന ചർച്ചകൾ തുടരാമെന്നൊരു നിലപാട് ഉണ്ടായിരിക്കുന്നത്. സമാധാന ചർച്ചകൾ തുടരുന്നത് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി തന്നെയെന്നാണ് വ്ളോഡിമിർ സെലൻസ്കി അറിയിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുമറോവ് ഉൾപ്പെടെ ഈ ചർച്ചകൾക്ക് മുൻകൈയെടുക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ യുക്രൈന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ കൂടി ഒരു സമാധാന ചർച്ചയ്ക്കുള്ള നിലപാടിലേക്ക് റഷ്യ എത്തുമോ എന്ന് ഇനിയും വ്യക്തമല്ല എന്നതാണ്. ഒരു സംഘർഷം തുടരുമെന്ന ആശങ്ക നിലനിൽക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന നിർദ്ദേശം ട്രംപ് നൽകുന്നതിന് തൊട്ടു മുൻപ് തന്നെ, ഈ 50 ദിവസത്തെ കാലാവധി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ തടസ്സമിടാൻ നിൽക്കാനുള്ള നീക്കം നടത്തുകയാണ് റഷ്യ എങ്കിൽ അത് വലിയ ഉപരോധങ്ങൾ കൊണ്ടുവരാനൊരു കാരണമാകും എന്ന ഒരു മുന്നറിയിപ്പും കൂടി നൽകിയിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച തുടർ ചർച്ചകളൊന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന യുക്രൈന്റെ നിലപാടിനോട് റഷ്യ പ്രതികരിച്ചിട്ടുമില്ല. വൈകാതെ തന്നെ അതിന് അനുകൂലമായൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു അനുകൂല നിലപാട് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ തുടർ ചർച്ചകൾ ഉണ്ടാവുകയും യുക്രൈൻ സമാധാന ചർച്ച യാഥാർത്ഥ്യമാവുകയും ചെയ്യും. സമാധാന ചർച്ച യാഥാർത്ഥ്യമായില്ലെങ്കിൽ സങ്കീർണമായി മാറും യുദ്ധം എന്നതാണ് മറ്റൊരു പ്രശ്നം. ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളുണ്ടാകും. സ്വാഭാവികമായും റഷ്യയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഒരു വിഭാഗമായി നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതൊരു അന്താരാഷ്ട്ര വിഷയമായി പരിണമിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. നാറ്റോയുടെ ഇടപെടലുണ്ടാകും. സ്വാഭാവികമായും യുക്രൈനെ പാട്രിയറ്റ് മിസൈലുകൾ നൽകാൻ തയ്യാറായിരിക്കുകയാണ് അമേരിക്ക. അതെല്ലാം തന്നെ ശക്തമായ നീക്കങ്ങളായി മാറുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു സ്വാഭാവികമായ ഒരു കലുഷിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് തുടർ വെടിനിർത്തൽ ചർച്ചകളിലേക്കുള്ള നീക്കങ്ങൾ വ്ളോഡിമിർ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തുടർന്നും ആ ചർച്ചകൾ തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിക്കുന്നത്. എന്നാൽ റഷ്യയുടെ പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകം. അത് വൈകാതെ തന്നെ ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.